കഴിഞ്ഞ വർഷം മാർവൽ സാൻഡിയേഗോ കോമിക്കോണിൽ പങ്കെടുക്കാതെയിരുന്നത് പലർക്കും നിരാശയായിരുന്നു. എന്നാൽ അതിനു മുമ്പത്തെ വർഷം ഇതേ സാൻഡിയേഗോ കോമിക്കോൺ സ്റ്റേജിൽ നിന്നാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസും പോലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ മാർവൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് ഈ വർഷം ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇത്തവണ മാർവൽ ഒരു വ്യത്യസ്ത തീരുമാനമാണ് എടുത്തത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാർവൽ പ്രഖ്യാപിച്ച പല പ്രോജക്റ്റുകളും റിലീസ് ഡേറ്റ് മാറുകയും ചിലത് വൈകുകയും ചിലത് ക്യാൻസൽ ആവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത്തവണ അനാവശ്യമായി 10-15 പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ച് റിസ്ക് എടുക്കാതെ ആവശ്യമായ കുറച്ച് പ്രോജക്റ്റുകൾ മാത്രം മാർവൽ നൽകി. പക്ഷേ ആ അപ്ഡേറ്റുകളെല്ലാം ഒന്നൊന്നിനും മെച്ചമായിരുന്നു. അതിലെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ ഗോസ്റ്റ് റൈഡർ മൂവിയായിരുന്നു. അതും 2028 റിലീസിനായി. എന്നാൽ ആരാധകരെ അതിലും കൂടുതൽ ആവേശത്തിലാക്കിയത് ഗോസ്റ്റ് റൈഡറായി എത്തുന്നത് റയൻ ഗോസ്ലിംഗ് ആണെന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്. വർഷങ്ങളായി ഫാൻ കാസ്റ്റിംഗിൽ കേട്ടിരുന്ന പേര് ഇപ്പോൾ ഒഫീഷ്യലി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇനി മറ്റൊരു ഹൈലൈറ്റ്, ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ സംവിധാനം ചെയ്ത ഷോൺ ലെവി തന്നെയാണ് ഗോസ്റ്റ് റൈഡറിന്റെയും ഡയറക്ടർ. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഹൈപ്പ് ഇപ്പോൾ മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ്. എന്നാൽ റയൻ ഗോസ്ലിംഗ് ഏത് ഗോസ്റ്റ് റൈഡർ ആയിരിക്കും? ജോണി ബ്ലൈസ് ആണോ, ഡാനി കെച്ച് ആണോ, അതോ മറ്റാരെങ്കിലും ആണോ എന്നത് ഇപ്പോഴും മാർവൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിന് പിന്നാലെ മാർവൽ ബ്ലാക്ക് പാന്തർ 3യും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നു. ഈ സിനിമ 2028 എത്തുന്നത്. അതായത് സീക്രട്ട് വാർസിന് ശേഷം തുടങ്ങുന്ന പുതിയ MCUവിന്റെ ഭാഗമായിട്ടായിരിക്കും ബ്ലാക്ക് പാന്തർ 3 വരുന്നത്. ഏറ്റവും പ്രധാനമായി പുതിയ ബ്ലാക്ക് പാന്തർ അഥവാ ടിച്ചാല ജൂനിയറായി ഡേവിഡ് ജോൺസൺ ആണ് അഭിനയിക്കുന്നത്. ഇതാണ് ഈ പ്രഖ്യാപനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി മറ്റൊരു കിടിലം അപ്ഡേറ്റ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നിന്നായിരുന്നു. ഈ സിനിമയുടെ പ്രമോഷനായി ജോൺ ബർത്തനാൽ അതായത് പണിഷറിനെ അവതരിപ്പിക്കുന്ന നടൻ ഹോളണ്ട് സ്റ്റേജിൽ എത്തിയിരുന്നു. ടോം ഹോളണ്ടും സെൻഡയും ഇത്തവണ എത്തിയില്ലെങ്കിലും ആരാധകർക്കായി സിനിമയിലെ ഒരു എക്സ്ക്ലൂസീവ് ഫൂട്ടേജ് മാർവൽ കാണിച്ചു. അതിൽ സ്പൈഡർമാൻ, ഹൾക്ക്, പണിഷർ എന്നിവർ തമ്മിലുള്ള ഒരു ആക്ഷൻ സീൻ ടീസ് ചെയ്തിരുന്നു. മുഴുവൻ ക്ലിപ്പ് പുറത്തുവിട്ടില്ലെങ്കിലും ഹാളിനുള്ളിൽ ആരാധകരിൽ നിന്ന് അതിഗംഭീര റെസ്പോൺസ് ആണ് ലഭിച്ചത്. ബ്രാൻഡുടെ വെറും ഒരു സ്ട്രീറ്റ് ലെവൽ സ്പൈഡർമാൻ സിനിമ മാത്രമല്ല, വലിയ സ്കെയിലിലുള്ള ഒരു MCU സിനിമയായിരിക്കുമെന്ന് സൂചനയും ഈ ഫുട്ടേജിലൂടെ നൽകുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ഹാൾ എച്ചിലെ പ്രധാന ശ്രദ്ധ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ പ്രൊമോഷനായിരുന്നു. സിനിമയിലെ മിക്ക പ്രധാന അഭിനേതാക്കളും സ്റ്റേജിലെത്തിയിരുന്നു. പെഡ്രോ പാസ്കൽ, റോബർട്ട് ഡൗണി ജൂനിയർ, ക്രിസ് എവൻസ്, ആന്റണി മക്കി തുടങ്ങി നിരവധി താരങ്ങൾ ആരാധകരെ നേരിൽ കണ്ടു. ഫ്ലോറൻസ് പി ഉൾപ്പെടെ കുറച്ച് അഭിനേതാക്കൾ മാത്രം ഇത്തവണ എത്തിയിരുന്നില്ല. അതോടൊപ്പം മാർവൽ മറ്റൊരു വലിയ അപ്ഡേറ്റും നൽകി. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വീണ്ടും തിയേറ്ററിലേക്ക് തിരിച്ചെത്തുകയാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എൻകോർ എന്ന പേരിലാണ് സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യുന്നത്. ഇതിൽ ഏകദേശം 7 മിനിറ്റ് പുതിയ ഫുട്ടേജ് ഉണ്ടാകും. അതിനേക്കാൾ പ്രധാനമായി അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ഡയറക്റ്റ് തുടർച്ചയായിരിക്കുമെന്ന സൂചനയും മാർവൽ നൽകി. ഇതിനിടയിൽ മറ്റൊരു കിടലൻ സർപ്രൈസും ഉണ്ടായിരുന്നു. ഹോൾ എച്ചിൽ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഡെഡ്പൂൾ എത്തി. പിന്നീട് അത് റയൻ റെനോൾഡ്സ് തന്നെയാണെന്ന് വെളിപ്പെടുത്തി. അദ്ദേഹം ഗ്രേ നിറത്തിലുള്ള ഒരു പ്രത്യേക ഡെഡ്പൂൾ സ്യൂട്ടിലായിരുന്നു. ഇത് കണ്ടതോടെ ആരാധകരുടെ ഇടയിൽ പുതിയ തിയറികൾ പുറത്തുവരാൻ തുടങ്ങി. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡെഡ്പൂളിന് വലിയ റോൾ ഉണ്ടാകുമോ എന്നുള്ളത്. അവസാനമായി വിഷൻ ക്വസ്റ്റ് സീരീസിനെ കുറിച്ച് മാർവൽ ചെറിയൊരു ടീസ് നൽകി. പക്ഷേ വലിയ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തുവിട്ടില്ല. അതുകൊണ്ട് ആ സീരീസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഇത്തവണ മാർവൽ പ്രഖ്യാപനങ്ങളുടെ എണ്ണം കുറച്ചെങ്കിലും ഓരോ പ്രഖ്യാപനവും ആരാധകരെ ആവശ്യത്തിലാക്കുകയായിരുന്നു. ഗോസ്റ്റ് റൈഡർ, ബ്ലാക്ക് പാന്തർ 3, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ, എൻഡ് ഗെയിം, എൻകോർ, MCUയുടെ അടുത്ത ഘട്ടം വളരെ വലുതായിരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാണ്. ഇതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹൈപ്പാക്കിയ അനൗൺസ്മെന്റ് ഏതാണ്?